വീട്ടു സാധനങ്ങൾ നമ്മൾ എത്ര കൃത്യമായിട്ട് വാങ്ങി വെച്ചാലും ചിലപ്പോഴൊക്കെ നമ്മളടുത്ത് ചില അത്യാവശ്യ സാധനങ്ങൾ മറന്നു പോകാറുണ്ടല്ലേ. അങ്ങനെയുള്ളൊരു സാധനമാണ് സോപ്പ്. പാത്രം കഴുകാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാലാണ് അയ്യോ സോപ്പ് തീർന്നു പോയല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വരിക. ഉടനെ പോയിട്ട് വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ പാത്രങ്ങൾ അത്രയും തന്നെ സിങ്കിൽ കിടന്ന് അടുക്കള മൊത്തം ഒരു വൃത്തിയില്ലാത്ത ഒരു ഫീലാണ് ഉണ്ടാവുക. പാത്രം കഴുകുന്ന സോപ്പോ ഡിഷ് വാഷോ തുടങ്ങിയവ നമ്മൾ പെട്ടെന്ന് തീർന്നു പോയാൽ നമുക്ക് ചെയ്യാവുന്ന ചില പൊടിക്കൈകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത്യാവശ്യമായിട്ട് പാത്രം കഴുകിയെടുക്കേണ്ട അവസ്ഥയാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് നല്ല ചൂടുവെള്ളം ഉപയോഗിക്കുക എന്നുള്ളത്. നല്ല ചൂടുള്ള വെള്ളത്തിൽ പാത്രങ്ങൾ കഴുകിയെടുത്താൽ പാത്രത്തിലുള്ള എണ്ണമയവും അണുക്കളും ഒക്കെ വേഗം പോയി കിട്ടും. ഇനി ഡിഷ് വാഷ് തീർന്നാൽ പകരം നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം. ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ്. ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നമ്മൾ പാത്രം നന്നായിട്ട് ഉരച്ച് കഴുകണം. പാത്രങ്ങൾ അതുപോലെ നല്ലപോലെ വൃത്തിയാവുകയും ചെയ്യും, തിളങ്ങുകയും ചെയ്യും. ഇനി തൽക്കാലത്തെ ആവശ്യത്തിന് നമുക്ക് വേഗം പാത്രം വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ടിപ്പാണ് ചെറുനാരങ്ങയും കൂടെ ഒരു അല്പം ഉപ്പും ചേർത്തിട്ട് കഴുകിയാൽ മതി. പാത്രങ്ങൾ നല്ല വൃത്തിയായി കിട്ടും. പാത്രത്തിലുള്ള മെഴുക്കും ആ ഒരു സ്മെല്ലും ഒക്കെ കളയാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ രോഗാണുക്കളെ ഒരു പരിധി വരെ ഇല്ലാണ്ടാക്കും. ഇനി അടുത്തത് കഞ്ഞിവെള്ളമാണ്. പാത്രങ്ങൾ വൃത്തിയാക്കാൻ നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. സ്പോഞ്ചോ മറ്റോ കഞ്ഞിവെള്ളത്തിൽ മുക്കിയ ശേഷം നന്നായിട്ട് തേച്ച് കഴുകിയെടുത്താൽ മതി. ശേഷം നല്ലൊരു വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. പാത്രങ്ങളിലെ മെഴുക്ക് കളയാൻ ഈ മാർഗ്ഗമെല്ലാം തൽക്കാലമായിട്ട് നമുക്ക് ഉപയോഗിക്കാം.